നിങ്ങളുടെ പണ്ഡിതനായ ഫൈസൽ മുസ്ലിയാർ കോഴിച്ചന വാദപ്രതിവാദത്തിൽ നിങ്ങളുടെ വാദമായി എഴുതി മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ശിർക്കായതുമുണ്ട്, അതിനാൽ എല്ലാം ഹറാമാകുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. എല്ലാം ഹറാമാ. വസീലത്തു ശിർക്കായതുണ്ട് എന്ന് ഈ വാദപ്രതിവാദത്തിൽ നിങ്ങളുടെ ഫൈസൽ മുസ്ലിയാര് വ്യവസ്ഥ എഴുതി. സ്വാഭാവികമായും ആ വാദപ്രതിവാദം വന്നപ്പോ ആ വാദപ്രതിവാദത്തിൽ നാസർ സുല്ലമി ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിച്ചു. എന്താ ചോദ്യം? എന്റെ ചോദ്യം ശ്രദ്ധിക്കുക. ഇതാണ് എന്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിന്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകും മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കായ ഒരു ചോദ്യം ചോദിക്കാൻ എന്താണ് പ്രമാണം എന്നാണ് നാസർ സുല്ലമിയുടെ ചോദ്യം. സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. തന്നെയുമല്ല, ഇത് ശിർക്കാവുകയില്ല, ഇത് വസീലത്ത് ശിർക്കാണ് എന്നതിന് ഉദാഹരണമായിട്ടാണ് പുഴയിൽ മുങ്ങിയാൻ കരയിലുള്ള ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടവൻ ജിന്നുണ്ടാവുമെന്ന് വിചാരിച്ച് ചോദിച്ചാൽ ശിർക്കാവൂല, ചൂണ്ടയിടുന്ന സമയത്ത് വീഴാൻ പോകുമ്പോ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല, അതൊക്കെ വസീലത്ത് ശിർക്കേ ആവുകയുള്ളൂ എന്നുള്ള നിലക്കുള്ള വിശദീകരണങ്ങൾ ധാരാളം നൽകിയിരിക്കെ ഇങ്ങനെ ഇതൊരു വസീലത്ത് ശിർക്ക് ആവാൻ ഉള്ള പ്രമാണം എന്ത് എന്നതാണ് ചോദ്യം. ഇതായിരുന്നു ചോദ്യം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള പ്രമാണം? ഇത് നിങ്ങൾക്ക് ഈ വാദം എഴുതുപോലെ തെളിവ് വേണമല്ലോ. മുസ്ലിം ജിന്നിനോടുള്ള ഈ സഹായാർത്ഥന വസീലത്ത് ശിർക്കാൻ, കാഫിർ ജിന്നിനോടുള്ള ശിർക്കാന്നായിരുന്നു അതുവരെ പറഞ്ഞിരുന്നത്. കാഫിർ ജിന്നിനോട് നോക്കൂ നിങ്ങൾ, എന്തൊരു ദുരന്തമാണ് ഈ ആളുകളുടേത് എന്ന്. രാത്രിയുടെ ഇരുട്ടിൽ ഒരാൾ അകപ്പെട്ടു, അവിടുന്നാണല്ലോ തുടങ്ങുന്നത്. ഒരാൾ രാത്രിയുടെ ഇരുട്ടിൽ അകപ്പെട്ടു, വെളിച്ചം കയ്യിലില്ല. അപ്പൊ അയാളോട് വെളിച്ചം ചോദിക്കണം. അയാളൊരു ജിന്നാണെന്ന് വിചാരിച്ചിട്ട് ഒരു ശബ്ദം കേൾക്കുക, ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിച്ചിട്ട് വെളിച്ചം ചോദിക്കണം. ആ ജിന്നിനോട് വെളിച്ചം ചോദിക്കണമെങ്കിൽ ആദ്യം അയാളുടെ മതം അറിയണ്ടേ? കാരണം കാഫിർ ജിന്നാണെങ്കിൽ ശിർക്കായി, മുസ്ലിം ജിന്നാണെങ്കിൽ വസീലത്ത് ശിർക്ക്. വെച്ച് നോക്കൂ, നമ്മൾ ഇത്ര വലിയ ഒരു വിഡ്ഢിത്തം ഈ ആളുകൾ പറഞ്ഞുണ്ടാക്കി. അതുകൊണ്ടാണ് നാസർ സുല്ലമി അവിടെ മുസ്ലിം ജിന്നിനോട് എന്ന് തന്നെ എടുത്തു ചോദിച്ചത്. ഇതിന് ഫൈസൽ മുസ്ലിയാർ പറയുന്ന മറുപടി നോക്കൂ. അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. ധാരാളം വചനങ്ങൾ ഷിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ഷിർക്കായതിന് ആയത്തോടെ കാര്യമില്ലല്ലോ. എന്ന ആയത്ത്, എന്ന ആയത്ത്. ഈ ആയത്തൊക്കെ എന്തിനാ തെളിവ്? എന്തിനാണ് തെളിവ്? ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണ് എന്നതിനാണ് തെളിവ്. ജിന്നിനോടുള്ള ഇസ്തിംതാഇ ശിർക്കാണ് എന്നല്ല തർക്കം. ജിന്നിനോടുള്ള ഇസ്തിംതാഇ ശിർക്കായതുണ്ടോ ശിർക്കല്ലാത്തതുണ്ടോ എന്നല്ല തർക്കം. ജിന്ന് മനുഷ്യരെ കൊണ്ട്, പിശാച് മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്ന എല്ലാ തെറ്റുകളും അത് ശിർക്കാണോ എന്നല്ല തർക്കം. ജിന്നൊരാളെ വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിച്ചാൽ, ജിന്നൊരാളെ മദ്യപാനത്തിലേക്ക് പ്രേരിപ്പിച്ചാൽ, ജിന്നൊരാളെ മോഷണത്തിന് പ്രേരിപ്പിച്ചാൽ അത് ശിർക്കാണോ എന്നല്ല തർക്കം. ഇവിടെ തർക്കം എന്താ? ജിന്നിനോടുള്ള സഹായാർത്ഥന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥന അത് ശിർക്കാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. ശരിയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. അത് ശിർക്കാണ് എന്നുള്ള ഈ ആയത്ത് തെളിവാണ്. ഇനി ശിർക്കല്ല എന്നുള്ളതിന് ആയത്തുണ്ടോ? ഉണ്ട്, ധാരാളം ആയത്തുണ്ടെന്ന് മൂപ്പര് പറയുന്നുണ്ട്. അങ്ങനെയാണ് കൊച്ചിയിൽ ഒരാൾ ചോദിച്ചത്, ധാരാളം ആയത്തിന്റെ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരായത്തല്ലേ ഇതുവരെ ഓതിയിട്ടുള്ളൂ, വേറെ ഒരായത്തും കൂടി ഓതുമെന്ന് വെച്ചപ്പോ മൂപ്പര് പറഞ്ഞു അത് ഫോൺ വിളിച്ചാൽ ഓതിത്തരാം. ഫോൺ വിളിച്ചാലോ, മുഖാമുഖത്തിന് വന്ന് ചോദ്യം ചോദിക്കുമ്പോ ഫോൺ വിളിച്ചാൽ ഓതിത്തരാം.
നീ ബാക്കി പറയുന്നത് കേട്ടോളൂ. എല്ലാം ശിർക്കായ തേട്ടത്തുള്ള തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 128-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാഇ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട്. എല്ലാവർക്കും തർക്കം. ഇസ്തിംതായിൽ ശിർക്കുണ്ടോ ശിർക്കില്ലേ എന്നതാണോ വിഷയം? ഇസ്തിആനത്തിൽ ശിർക്കുണ്ടോ ശിർക്കല്ലാത്തതുണ്ടോ എന്നതാണ്. ഇസ്തിംതാഴ് വേറെ, ഇസ്തിആനത്ത് വേറെ. ഇസ്തിആനത്തിൽ ശിർക്കല്ലാത്തതുണ്ടോ എന്നതിനാണ് ഈ ആയത്ത് ചോദിച്ചത്. അങ്ങനെ ഇസ്തിആനത്ത് ഇസ്തിംതാഴൊക്കെ മുമ്പ് കൂട്ടിക്കുഴച്ച് അവസാനം ഇസ്തിആനത്തിൽ തന്നെ എത്തുക. പലതരം ഇസ്തിംതാഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീതു ശിർക്കായതിന് 1 ആയത്തും ഓതി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ റബ്ബന ബഅദുന എന്ന ആയത്തിൽ ശിർക്കായ ഇസ്തിംതാഉം പെട്ടു, വസീലയായ ഇസ്തിംതാഉം പെട്ടു. മൊത്തത്തിൽ ശിർക്കായതിന് 3 ആയത്ത്, വസീലയായതിന് 1 ആയത്തും. തൽക്കാലം അത് മതിയല്ലോ. അപ്പോൾ രണ്ടിനും ഞാൻ ആയത്തോതി. വസീലയായതിനുണ്ടോ ആയത്തുണ്ടോ എന്നാണ് ഓതി. റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്ത്. അപ്പോ ശിർക്കായതിന് 2 ആയത്തോതി, വസീലയായതിന് 1 ആയത്തോതി. എന്ത് ശിർക്കാണ് എന്നതിന്? സഹായാർത്ഥന ശിർക്കാണ് എന്നതിന്. എന്ത് വസീലത്തു ശിർക്കാണ് എന്നതിന്? ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്തു ശിർക്കാണ് എന്നതിന്. അതിനാണല്ലോ ആയത്തോതിയത്. ഞങ്ങൾ ജിനി വിസ്ഡം വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശൂറയുടെ അടിസ്ഥാനത്തിലാണ്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ശൂറയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന പി.എൻ. അബ്ദുൽ ലത്തീഫ് മൗലവിയോടും അതേപോലെ അവരുടെ പണ്ഡിത സഭയിലെ അംഗമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിനോടും എല്ലാ ആദരവലുകളും നിലനിർത്തിക്കൊണ്ട് എത്ര കാലമായി ഞങ്ങൾ ചോദിക്കുന്നു, ഈ ആയത്ത് ഈ വിഷയത്തിന് തെളിവാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഇവിടെ കത്ത് കൊടുത്തപ്പോ ശിർക്കിന് ആയത്തോതി ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാത്തവരോടുള്ള സഹായതേട്ടം ശിർക്കാണ് എന്ന് പറയുന്നത് എന്ന് ആയത്തോതി. എന്ന വസീലത്തു ശിർക്കായതിന് ആയത്ത് എവിടെ കാണിച്ചിട്ടുണ്ടോ? ഈ കത്തിൽ വസീലത്തു ശിർക്കായത് എന്നതിന് ആയത്തുണ്ടോ? ആ ആയത്ത് ഫൈസൽ മുസ്ലിയാർ ഓതിയിട്ടുണ്ട്. ആ ആയത്ത് ഫൈസൽ മുസ്ലിയാർ ഓതിയിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഈ ആയത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഒന്ന് ഈ ശൂറ കൂടിയിട്ടൊന്ന് പറയോ? വിസ്ഡം പണ്ഡിത സഭയുടെ ഒരു പ്രസ്താവന നടത്തുവോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഒരു പ്രസ്താവന നടത്തും. കേരള ജംഇയ്യത്തുൽ ഉലമ ജിന്നിനോടുള്ള സഹായവേട്ടം ശിർക്കാണ്, ഹറാമാണ് എന്നതിന് ആയത്തുദ്ധരിച്ച് തെളിവ് പറഞ്ഞ് സർക്കുലർ ഇറക്കിയതുപോലെ ഫൈസൽ മുസ്ലിയാർ കോഴിച്ചിറയിൽ ഈ വാദത്തിന് തെളിവായി ഓതിയ ആയത്ത് അത് ശരിയാണ്, അത് പ്രമാണബദ്ധമാണ് എന്ന് പറയാൻ പി.എൻ.ന് കഴിയോ? ഇങ്ങനെ ഇവര് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു. നമ്മള് നാട്ടിൽ പറഞ്ഞു. അവിടെ തന്നെ സംവാദത്തിൽ തന്നെ ബഹുമാന്യനായ നാസർ സുല്ലമി അത് പറഞ്ഞു, ഇത് ദുർവ്യാഖ്യാനമാണ്, ഇത് ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഈ ആളുകൾ പറഞ്ഞു അത് ദുർവ്യാഖ്യാനമൊന്നല്ല, പിന്നെയോ അതിന് തഫ്സീറുണ്ട് എന്ന. അങ്ങനെയാണ് പത്തപ്പിരിയത്ത് സംവാദം നടക്കുന്നത്. ആ സംവാദത്തെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന അബ്ദുൽ മാലിക് സലഫി എഴുതിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ 31-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതുന്നു, ഫൈസൽ മൗലവി തന്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ ഖുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത്. തന്റെ വാദം എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്തു ശിർക്കായതുമുണ്ട്. ഖുർത്തുബി ആകാശത്തേക്ക് പൊങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ നാട്ടിൽ ഖുർത്തുബി. ആ ഖുർത്തുബിയിൽ ഈ വാദത്തെ തെളിയിക്കുന്ന വാചകം കാണിക്കാൻ എല്ലാം ശൂറയ്ക്ക് ശേഷം തീരുമാനിക്കുന്ന പി.എൻ. അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് കഴിയോ? ശൂറ കൂടിയിട്ടെങ്കിലും ഖുർത്തുബിയിൽ ഇതാണ് ആ ഭാഗം എന്നൊന്ന് പറയാൻ കഴിയോ?
അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുന്നത്? ഇവിടെ 31-ാമത്തെ പേജിൽ ഇത് പറഞ്ഞു, ഇതാണ് തെളിവ് ധരിച്ചത് എന്ന് പറഞ്ഞ ഇതേ മൗലവി, ഇതേ അബ്ദുൽ മലിക് സലഫി തൊട്ടടുത്ത പേജിൽ പത്തപ്പിരിയൻ സംവാദത്തെ കുറിച്ച് എഴുതുന്നത്. ആ പത്തപ്പിരിയൻ സംവാദത്തെ കുറിച്ച് എഴുതുമ്പോ പറയാൻ, വസീലത്തു ശിർക്ക് ഖുർത്തുബിയിൽ വായിക്കാനായിരുന്നു 2-ാമത്തെ ചോദ്യം. അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹം 2-ാമതായി പത്തപ്പിരിയത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങള് കോഴിച്ചനയിൽ ഖുർത്തുബിയുടെ തഫ്സീർ വായിച്ചല്ലോ, ഇതിന് തെളിവായിട്ട് തഫ്സീർ വായിക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഖുർത്തുബി വായിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ, വായിക്കാമോ എന്ന് ചോദിച്ചപ്പോ ഫൈസൽ മുസ്ലിയാരുടെ മറുപടി എന്താണ്? മാലിക് സലഫി പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ വായിക്കേണ്ടതുള്ളൂ, അങ്ങനെ പറഞ്ഞത് കാണിക്കൂ എന്നായിരുന്നു മറുപടി. നോക്ക് നിങ്ങൾ, ഈ പുസ്തകത്തിന്റെ 31-ാമത്തെ പേജ് പറയുന്നു, ഫൈസൽ മൗലവി തന്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ ഖുർത്തുബിയുടെ തഫ്സീർ വായിച്ചു. 48-ാമത്തെ പേജിൽ പറയുന്നു, പത്തപ്പിരിയത്ത് വെച്ച് അങ്ങനെ ചോദിച്ചപ്പോ ഖുർത്തുബിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് ഖുർത്തുബി ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലല്ലേ കാണിക്കേണ്ടതുള്ളൂ എന്നാണ് ഫൈസൽ മുസ്ലിയാരുടെ മറുപടി. ഈ ജാതി നുണ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ പച്ച നുണ പറഞ്ഞ് നടക്കുന്നവരാണ് എന്ന്. ദുർവ്യാഖ്യാനമാണ് എന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു.